പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സിമ്പിളി ഹിന്ദിയുടെ കേട്ടറ്റ് ഹിന്ദി ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. കേട്ടറ്റ് 4 അതുപോലെ കേട്ടറ്റ് 3 എന്നിവയ്ക്ക് വളരെ അത്യാവശ്യമായ ഭാഗമാണ് ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഹിന്ദി സാഹിത്യ ഇതിഹാസ് ലേഖൻ കി പരമ്പര എന്നുകൂടി നമുക്കിതിനെ പറയാം. നമുക്കറിയാം, ഇപ്പോൾ സ്പെഷ്യൽ കേഡറ്റ് വിളിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഈ കേഡറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാകും. അവർക്കൊക്കെ ഒരു പഠന സഹായി എന്ന രീതിയിലാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, പദ്യസാഹിത്യത്തിന് വളരെയധികം പ്രാധാന്യം ലഭിച്ച ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഹിന്ദി സാഹിത്യത്തിലെ ചരിത്രം എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായി തയ്യാറാക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ, അതായത് ചരിത്രകാരന്മാർ ശ്രമിച്ചു. അനേക ഇതിഹാസകാരോं ने हिंदी साहित्य का इतिहास किस प्रकार है इसकी व्याख्या करने के लिए अत्यधिक परिश्रम किया है. उसमें सबसे पहले आता है ഗാർസാദത്താസി. ഹിന്ദി സാഹിത്യ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് ഗാർസാദത്താസി. നിങ്ങൾ ആ സ്ലൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഹിന്ദി സാഹിത്യ के इतिहास लेखन का सबसे पहला प्रयास ഫ്രഞ്ച് വിദ്വാൻ ഗാർസാദത്താസി ने किया. അതായത് ഹിന്ദി സാഹിത്യത്തിലെ ഇതിഹാസ് ലേഖനത്തിൻ്റെ സബ്സെ പെഹല പ്രയാസ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിഹാസ് ലേഖൻ കാ സബ്സെ പെഹല പ്രയാസ് എന്നാണ് പറഞ്ഞത്, അല്ലാതെ കൃത്യമായ ഒരു ഹിന്ദി സാഹിത്യം എന്ന നിലയിലല്ല പറഞ്ഞത്. ഹിന്ദി സാഹിത്യക്ക് ഇതിഹാസ് ലേഖൻ കാ സബ്സെ പെഹല പ്രയാസ് കിസ്നെ കിയ എന്ന ചോദ്യം ചോദിച്ചാൽ ഉസ്കാ ഉത്തർ ഹെ ഫ്രഞ്ച് വിദ്വാൻ ഗാർസാദത്താസി. അവിടെ ഫ്രഞ്ച് വിദ്വാൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്, ഗാർസാദത്താസി ने अपनी पुस्तक की रचना किस भाषा में की है नाम. ഗാർസാദത്താസി തൻ്റെ പുസ്തകം ഏതു ഭാഷയിലാണ് രചിച്ചത്? ഫ്രഞ്ച് ഭാഷാമേ. പല കേട്ടറ്റ് പരീക്ഷകളിലും PSC പരീക്ഷകളിലും മാറി മാറി ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. ഗാർസാദത്താസി ने अपने साहित्य इतिहास की रचना किस भाषा में की है? ഫ്രഞ്ച് ഭാഷാമേ. അതുപോലെ ഗാർസാദത്താസിയുടെ പുസ്തകത്തിൻ്റെ പേര്, ഗാർസാദത്താസിക്ക് സാഹിത്യ ഇതിഹാസ് കാ നാം ക്യാ ഹേ എന്ന് ചോദിച്ചാൽ ഇസ്ത്വാദല ലിറ്ററേത്വർ ഐന്ദുവി ഐന്ദുസ്ഥാനി. ആ പേര് കൃത്യമായി എഴുതി തന്നെ പഠിക്കും, ഓർമ്മയിൽ വരാം. ഇസ്വാദല ലിറ്ററേത്വർ ഐന്ദുവി ഐന്ദുസ്ഥാനി എന്ന് പറയുന്ന രചനയ്ക്ക് ദോ ഭാഗ് ഹെ, 2 ഭാഗങ്ങളിൽ അത് വിഭക്തി കിയാ ഗയാ ഹെ, അതിനെ 2 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ പാർട്ട് ജിസ്ക പ്രകാശൻ 1839 1839 1839 രണ്ടാമത്തെ ഭാഗം 1847 പ്രകാശിതമാകുന്നത്. ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. നമ്മൾ കൃത്യമായി ആ ഭാഗങ്ങൾ പഠിച്ചിരിക്കേണ്ട ആവശ്യകതയുണ്ട്. അതുപോലെ ആ പുസ്തകം എവിടെ മുദ്രണം ചെയ്തു, അതായത് എവിടെയാണ് പ്രിന്റ് ചെയ്തത് എന്നുള്ള കാര്യമാണ് അടുത്തതിൽ പറയുന്നത്. അത് ഗ്രേറ്റ് ബ്രിട്ടൻ और അയർലൻഡ് की പ്രാച്യ സാഹിത്യ അനുവാദക സമിതി പാരീസിലാണ് അതിന് എന്ത് ചെയ്തത്, പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇസ്വാർ ദലാൽ ഇത്രയത്ര ഐന്ദു ഹിന്ദുസ്ഥാനിയുടെ ദ്വിതീയ സംസ്കരൺ, രണ്ടാമത്തെ സംസ്കരൺ
3 ഭാഗങ്ങളിലായിട്ടാണ് അത് പ്രകാശിതമായത്. അത് 1871 പ്രകാശിതമാകുന്നത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഞാൻ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഗാസാദ ദാസിയുടെ രചനയുടെ പേര് ഇസ്വാർ ദലാൽ ഇത്തരേത്ര ഹിന്ദുവി ഹിന്ദുസ്ഥാനിയാണ്. ഉസ്കി രചന കിസ് ഭാഷ മേ കി ഹേ എന്ന് വെച്ചാൽ ഫ്രഞ്ച് ഭാഷയാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രകാശനം 1839-47 കാലഘട്ടങ്ങളിലാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗാസാദ ദാസി തൻ്റെ പുസ്തകം എഴുതുമ്പോൾ എങ്ങനെയാണ് അത് എഴുതിയിട്ടുള്ളത്. നമുക്ക് കാണാം, ഹിന്ദി ഔർ ഉറുദു കെ അനേക കവിയോं का विवरण अंग्रेजी വർണ്ണക്രമാനുസാർ ദിയാ ഹെ. അതായത് ഹിന്ദി കവികളെക്കുറിച്ചും ഉറുദു കവികളെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഈ സാഹിത്യ ഇതിഹാസം എഴുതിയത്. तो गासाद दासी के ग्रंथ में कुल 738 कवि है. 738 കവിയാണുള്ളത്. जिनमें हिंदी के 72 കവി है. 72 കവികളാണുള്ളത്. അതായത് 72 ഹിന്ദി കവികളും 666 ഉറുദു കവികളുമാണ് ഈ സാഹിത്യ ഇതിഹാസത്തിലുള്ളത്. പിന്നീട് ചില സ്ഥലങ്ങളിൽ ചോദിച്ചുകൊണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഗാസാദ ദാസിയുടെ ഈ രചനയുടെ അനുവാദ് ആര് ഏത് ഭാഷയിൽ ചെയ്തു? നമുക്ക് കാണാം, ഡോക്ടർ ലക്ഷ്മി സാഗർ വാഷ്ണേയിന് താസി കെ ഗ്രന്ഥ ക ഹിന്ദി അനുവാദ്, ഫ്രഞ്ച് ഭാഷയിലാണ് എഴുതിയത്, അതിൻ്റെ ഹിന്ദി അനുവാദ് ചെയ്തത് ലക്ഷ്മി സാഗർ വാഷ്ണേയാണ്. ഹിന്ദി അനുവാദിൽ അതിൻ്റെ പേര് ഹിന്ദി സാഹിത്യ ക ഇതിഹാസ് എന്നുള്ള പേരിലാണ്. ഹിന്ദുവി സാഹിത്യ ക ഇതിഹാസ്, ക്ഷമിക്കണം, ഹിന്ദുവി സാഹിത്യ ക ഇതിഹാസ്. അതിൻ്റെ പ്രകാശനം നടന്നത് 1952 അതുപോലെ തന്നെ താസി की पुस्तक इस्वार दलाल इतरेतर ऐंदवी हिंदुस्तानी में ऐंदवी के लिए हिंदवी, അതായത് ഹിന്ദി, ഹിന്ദുസ്ഥാനി के लिए ഹിന്ദുസ്ഥാനി, ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞാൽ ഉറുദു ഭാഷയാണ്. അർത്ഥ പ്രയുക്ത ഹോത്ത ഹെ. ഐന്ദവി എന്ന് പറയുന്ന വേർഡ് എടുത്താൽ ഹിന്ദുവി അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി, ഇത് രണ്ടിൻ്റെയും ഒരു മിക്സ്ചറാണ്. तो उसमें हिंदवी मतलब हिंदी भाषा, हिंदुस्तानी मतलब ഹിന്ദുസ്ഥാനി എന്നാണ്. പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻ, ഹിന്ദി സാഹിത്യ ഇതിഹാസ് ലേഖൻ की परंपरा में हिंदी भाषा में लिखा प्रथम ഗ്രന്ഥ്, ഹിന്ദി ഭാഷയിൽ എഴുതിയ പ്രഥം ഗ്രന്ഥ് എന്ന് ചോദിച്ച് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഭാഷാ കാവ്യ സംഗ്രഹ്, മഹേഷ് ദത്ത് ശുക്ല എഴുതിയ ഭാഷാ കാവ്യ സംഗ്രഹമാണ് ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ PSCയുടെ ഒഫീഷ്യൽ കീയിൽ ഹിന്ദി ഭാഷയിൽ എഴുതിയ ആദ്യ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട ഉത്തരം ശിവസിംഗ് സേങ്കറിൻ്റെ ശിവസിംഗ് സരോജാണ്. ശിവസിംഗ് സേങ്കറിൻ്റെ ശിവസിംഗ് സരോജാണ് എഴുതേണ്ട ഉത്തരം. മഹേഷ് ദത്ത് ശുക്ലിൻ്റെ ഭാഷാ കാവ്യ സംഗ്രഹിനെ ഒരു വിഭാഗം ആൾക്കാർ മാത്രമാണ്, മഹേഷ് ദത്ത് ശുക്ലിൻ്റെ ഭാഷാ കാവ്യ സംഗ്രഹിനെ ഒരു വിഭാഗം ആൾക്കാർ മാത്രമാണ് ആദ്യ രചന എന്ന് പറയുന്നത്. PSCയുടെ ഒഫീഷ്യൽ കീ പ്രകാരം ശിവസിംഗ് സേങ്കറിൻ്റെ ശിവസിംഗ് സരോജ് തന്നെയാണ് ഹിന്ദി സാഹിത്യത്തിലെ ഹിന്ദി ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ ഇതിഹാസ് ഗ്രന്ഥം. 1883 ശിവസിംഗ് സരോജ് പ്രകാശിതമായത്. 1923 അതിൻ്റെ 7ാമത്തെ എഡിഷൻ വരെ വന്നിട്ടുണ്ട്. രാംസ്വരൂപ് ചതുർവേദി അദ്ദേഹത്തിൻ്റെ ഇതിഹാസത്തിൽ പറയുന്നത് 1878 കാലഘട്ടങ്ങളിൽ തന്നെ
ശിവസിംഗ് സേങ്കറിൻ്റെ ശിവസിംഗ് സരോജ് എന്ന രചന വന്നിട്ടുണ്ട്. 83 വന്നത് ശരിക്കും അതിൻ്റെ 3rd എഡിഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഒഫീഷ്യൽ ആൻസർ കീകളിലൊക്കെ 1883 എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഹിന്ദി സാഹിത്യത്തിലെ, ഹിന്ദി ഭാഷയിലെ പ്രഥം മഹത്വപൂർണ്ണ ഗ്രന്ഥ് എന്ന് തന്നെയാണ് ശിവസിംഗ് സരോജിനെ കാണേണ്ടത്. ഇവിടെ പറഞ്ഞ പോലെ ദൂസര മഹത്വപൂർണ്ണ രചനയല്ല. ശിവസിംഗ് സരോജിൻ്റെ പ്രത്യേകത എടുത്താൽ, ശിവസിംഗ് സരോജിലുമായി ബന്ധപ്പെട്ട് നമുക്കറിയേണ്ട കാര്യം, ഏകദേശം 1000-ഓളം കവികൾ ഇവിടെ കൊടുത്തിട്ടാണ്. 838 കവികൾ. ഏകദേശം 1000 കവിയോं का परिचय ശിവസിംഗ് സേങ്കർ में किया है. ഇനി ശിവസിംഗ് സേങ്കറിൻ്റെ മറ്റൊരു പ്രത്യേകത, ഹിന്ദി കവിയോं के वर्णक्रमानुसार वर्णन, ഹിന്ദി കവിയോं के वर्णक्रमानुसार वर्णन അതിൽ ചെയ്തിട്ടുള്ളത്. ഇനി 1888 രചിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു രചനയാണ് ദ മോഡേൺ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ. അത് എഴുതിയത് ഡോക്ടർ ജോർജ് ഗ്രിയേഴ്സൺ ആണ്. एशियाटिक सोसाइटी ऑफ बंगाल की पत्रिका के विशेषांग के रूप में, ആദ്യം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിലെ ഒരു പത്രികയുടെ വിശേഷാംഗത്തിൻ്റെ രൂപമായിട്ടാണ് 1888 ദ മോഡേൺ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ പ്രകാശിതമാകുന്നത്. PSC പരീക്ഷകളിലായാലും കേട്ടറ്റ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഇങ്ങനെയാണ് വരിക: ഹിന്ദി സാഹിത്യമേ सच्चे अर्थ में हिंदी साहित्य का पहला इतिहास ग्रंथ किसे माना जाता है? ശ്രദ്ധിക്കുക, സച്ചേ अर्थ में हिंदी साहित्य का पहला इतिहास ग्रंथ किसे माना जाता है. അങ്ങനെ ചോദിച്ചാൽ 100% അതിൻ്റെ ഉത്തരം ദ മോഡേൺ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്നാണ്. എഴുതിയ ആള് ഡോക്ടർ ജോർജ് ഗ്രിയേഴ്സൺ. 1888 ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ വിശേഷാംഗമായിട്ടാണ് അത് വരുന്നത്. പിന്നീട് അതൊരു പുസ്തകമായിട്ട് 1889 വന്നിട്ടുണ്ട്. അപ്പോൾ പരീക്ഷകളിൽ 1888 എന്നുള്ള പ്രകാശം വർഷമാണ് നമ്മൾക്ക് മുൻതൂക്കം കൊടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം മാത്രം 89 ശ്രദ്ധിക്കുക. ഒരു സ്വതന്ത്ര പുസ്തക രൂപത്തിലേക്ക് മാറിയ വർഷമാണ് 1889 എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രന്ഥമായിട്ട് തന്നെ മാറിയ വർഷം. ഇനി അതുപോലെ ഇതിൻ്റെ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ, ഇസ്കി ഭാഷ അംഗ്രേസി ഹെ, ഇംഗ്ലീഷാണ് ഇതിൻ്റെ ഭാഷ. ഇതിൻ്റെ ഭാഷ ഇംഗ്ലീഷാണ്. അതുപോലെ പരീക്ഷയിൽ ചില ഘട്ടങ്ങളിൽ മാറി ചോദിക്കാവുന്ന അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ചോദിക്കാം, 1888 में 1888 एशियाटिक सोसाइटी ऑफ बंगाल की पत्रिका के विशेषांक के रूप में प्रकाशित ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് കോൻ സാ ഹെ എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ അതിലുത്തരം ദ മോഡേൺ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്നെഴുതണം. അതുപോലെ മറ്റൊരർത്ഥത്തിൽ ചോദിക്കാം, പെഹ്ലി ബാർ ഹിന്ദി സാഹിത്യ കെ കവിയോं को कालक्रमानुसार वर्गीकृत करने का प्रयास किस कवि ने किया है, या किस, माफ कीजिए कवि अല്ല, किस ഇതിഹാസകാർ ने किया है? ജോർജ് ഗ്രിയേഴ്സൺ ആണ്. അതായത് കാലക്രമാനുസാർ കവികളെ അദ്ദേഹം എന്ത് ചെയ്തു? തരംതിരിച്ചു. 1857 അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ കാണാം. ഡോക്ടർ കിഷോരിലാൽ ഗുപ്തനെ
द मॉडर्न वर्नाकुलर लिटरेचर ऑफ हिंदुस्तान का हिंदी साहित्य का प्रथम इतिहास शीर्षक के हिंदी में अनुवाद किया. മോഡേൺ വെർനാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഡോക്ടർ ജോർജ് ഗ്രിയേഴ്സന്റെ രചനയെ ഹിന്ദി സാഹിത്യത്തിലെ പ്രഥമ സാഹിത്യം എന്ന പേരിൽ കിശോരിലാൽ ഗുപ്ത് 1957 തർജ്ജമ ചെയ്തിട്ടുണ്ട്. जॉर्ज ग्रियर्सन ने कवियों और लेखकों का कालक्रमानुसार वर्गीकरण तथा उनकी प्रवृत्तियों को स्पष्ट किया है. ഗ്രിയേഴ്സൺ ചെയ്തത് ആ കാലഘട്ടത്തിലെ കവികളെയും ലേഖകന്മാരെയും കാലക്രമത്തിനനുസരിച്ച് വർഗീകരിച്ചു എന്നതാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ പ്രവൃത്തികൾ, ആ കാലഘട്ടത്തിലെ സാഹിത്യ പ്രവൃത്തി എന്തൊക്കെയാണെന്ന് കൃത്യമായി വർണ്ണിക്കാൻ ഗ്രിയേഴ്സന് സാധിച്ചിട്ടുണ്ട്. ഗ്രിയേഴ്സണുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹിന്ദി സാഹിത്യമൊക്കെ ഭക്തികാൽക്കോ, അതായത് ഹിന്ദി സാഹിത്യത്തിലെ ഭക്തികാലത്തെ സുവർണയുഗ് യാ സ്വർണയുഗ് കിസ്നെ മാനാ ഹെ, അതായത് ഹിന്ദി സാഹിത്യത്തിലെ ഭക്തികാലത്തെ സ്വർണയുഗം എന്ന് വിളിച്ചതാരെ എന്ന ചോദ്യത്തിന് ഉത്തരം ഡോക്ടർ ജോർജ് ഗ്രിയേഴ്സൺ എന്നതാണ്. പതിനാറ് 17 കാലഘട്ടത്തിലാണ് ഭക്തികാലം വരുന്നത്. ആ ഭക്തികാലത്തെയാണ് അദ്ദേഹം സ്വർണയുഗം എന്ന് വിളിച്ചിട്ടുള്ളത്. പിന്നീട് വരുന്നത് മിശ്രബന്ധു ആണ്. മിശ്രബന്ധു വിനോദ് എന്ന് പറയുന്ന രചന മിശ്രബന്ധുവിനെ ലിഖാം. ഇനി ഈ മിശ്രബന്ധു ആരൊക്കെയാണ് എന്നുള്ള ഒരു ചർച്ചയാണ്. പരീക്ഷയിൽ പലപ്പോഴും 4 പേരുടെ പേര് തന്ന് കൃത്യമായ പേര് അല്ലെങ്കിൽ തെറ്റായ പേര് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നതാണ്. മിശ്രബന്ധുവിൽ വരുന്നതാണ് ഗണേഷ് ബിഹാരി, ശ്യാം ബിഹാരി, ശുക്ദേവ് ബിഹാരി മിശ്ര. ഇത് പഠിക്കാനൊരു എളുപ്പമാർഗം ഒരു കോഡാക്കി വെക്കുക. SSG അല്ലെ, എസ് ശ്യാം ബിഹാരി, എസ് ശുക്ദേവ് ബിഹാരി, ജി ഗണേഷ് ബിഹാരി. ഇത്തരത്തിൽ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ പേരുകൾ ഓർമ്മിച്ചെടുക്കാൻ പറ്റും. അതുപോലെ മിശ്രബന്ധു വിനോദ് കെ 4 ഭാഗ് ഹെ. മിശ്രബന്ധു വിനോദിന് 4 ഭാഗമാണുള്ളത്. അതിലെ ആദ്യത്തെ 3 ഭാഗം പ്രഥം, ദ്വിതീയ, തൃതീയ, ഇൻ തീനോ ഭാഗ് കാ പ്രകാശൻ 1913 में हुआ. 1913 ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. और चतुर्थ भाग 4ാമത്തെ ഭാഗം 1934 1934 അത് പ്രകാശിതമായി. ഏകദേശം 4591 കവികളുടെ ജീവൻ വൃത്ത് ഇതിലുണ്ട്. അതിനുശേഷം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് आचार्य रामचंद्र शुक्लुമായി ബന്ധപ്പെട്ടു. हिंदी साहित्य इतिहास लेखन की परंपरा में आचार्य रामचंद्र शुक्ल द्वारा रचित हिंदी साहित्य का इतिहास सर्वोच्च स्थान रखता है. ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ആചാര്യ രാമചന്ദ്ര ശുക്ലൻ്റെ ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ്. എഴുതപ്പെടുന്ന കൊല്ലം 1929. നമുക്ക് അടുത്ത വരിയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആചാര്യ രാമചന്ദ്ര ശുക്ല കാ ഇതിഹാസ് മൂലതഃ നാഗരി പ്രചാരണി സഭ ദ്വാര പ്രകാശിത്. അതാദ്യം നാഗരി പ്രചാരണി സഭ പ്രസിദ്ധീകരിച്ച ഹിന്ദി ശബ്ദസാഗർ എന്ന് പറയുന്ന അവരുടെ പത്രികയുടെ ഭൂമികാക്കെ രൂപമേ, അതിൻ്റെ ആമുഖത്തിൻ്റെ രൂപത്തിലാണ് ആദ്യം പ്രസിദ്ധീകരിക്കുന്നത്. ആ സമയത്ത് അതിൻ്റെ പേര് ഹിന്ദി സാഹിത്യ കാ വികാസ് എന്നാണ്. ആയിരത്തി 1929 പ്രസിദ്ധീകരിക്കുന്നത് ഹിന്ദി സാഹിത്യ കാ വികാസ് എന്ന പേരിൽ
ഒരു ഭൂമികയായിട്ടാണ്. പിന്നീട് അത് ഹിന്ദി സാഹിത്യ ഇതിഹാസ് എന്ന പേരിൽ അറിയപ്പെട്ടു. അതിലൊരുപാട് സംശോധിതേവം പ്രവർത്തിത സംസ്കരൺ അതിൽ വന്നു. അത് ഏകദേശം 1940 കാലഘട്ടങ്ങളിലാണ് അത് സംസ്കരിച്ചു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, നാഗരി പ്രചാരണി സഭ കാശി ദ്വാര പ്രകാശിത് ഹിന്ദി ശബ്ദസാഗർ की भूमिका किसने लिखी और भूमिका का शीर्षक क्या है? അത് എഴുതിയ ആൾ ആചാര്യ രാമചന്ദ്ര ശുക്ലാണ്. ആ ശീർഷകത്തിൻ്റെ പേര് ഹിന്ദി സാഹിത്യ കാ വികാസ് എന്നാണ്. ആചാര്യ രാമചന്ദ്ര ശുക്ല് നമ്മുടെ ശിവസിംഗ് സേങ്കർ എഴുതിയ ശിവസിംഗ് സരോജ്, ജോർജ് ഗ്രിയേഴ്സന്റെ ദ മോഡേൺ വെർനാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാനി, മിശ്ര ബന്ധുക്കൾ എഴുതിയ മിശ്രബന്ധു വിനോദ് എന്ന് പറയുന്ന രചനകൾ, ഇതിനെയൊക്കെ ഒരു കവിവൃത്ത് സംഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്തത് ആചാര്യ രാമചന്ദ്ര ശുക്ലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്, ഒരു കഥനാണ്. പല പരീക്ഷകളിലും ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തന്നിട്ട് ഇത് ആരുടെ കഥനാണെന്ന് ചോദിക്കാറുണ്ട്. जबकि प्रत्येक देश का साहित्य वहाँ की जनता की चित्रवृत्ति का संचित प्रतिबिंब होता है, तब यह निश्चित है कि जनता की चित्रवृत्ति के परिवर्तन के साथ साथ साहित्य के स्वरूप में भी परिवर्तन होता चला जाता है. आदि से अंत तक इन्हीं चित्रवृत्तियों की परंपराओं को परखते हुए साहित्य परंपरा के साथ उनका सामंजस्य दिखाना ही हिंदी साहित्य का इतिहास कहलाता है. जनता की चित्रवृत्ति में बहुत कुछ राजनीतिक, सामाजिक, सांप्रदायिक तथा धार्मिक परिस्थिति के अनुसार होती है. ഇതിൽ ഏതെങ്കിലും ഒരു ഇത് തന്ന് ചോദിക്കുന്നതാണ് ഇത് ആരുടെ കഥൻ എന്നാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് പ്രത്യേക ദേശ കാ സാഹിത്യ വഹാ കി ജനതാ കി ചിത്രവൃത്തി കാ സഞ്ചിത് പ്രതിബിംബ് ഹോത്താ ഹേ വരെയുള്ള വരി തന്നിട്ട് ഈ കഥൻ കിസ്കാ ഹേ എന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം ആചാര്യ രാമചന്ദ്ര ശുക്ല. അതുപോലെ വൈജ്ഞാനിക ढंग से पहले ഹിന്ദി സാഹിത്യ കാ കാൽ വിഭാജൻ करने का प्रयास ആര് ചെയ്തു എന്ന് ചോദിച്ചാൽ ആചാര്യ രാമചന്ദ്ര ശുക്ലാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഇന്ന് നമ്മൾ ഇത്രയും ഭാഗങ്ങളാണ് കവർ ചെയ്യുന്നത്.